വെച്ചാണ്. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് നാളെ ഒരു കല്യാണമുണ്ട് 23-ന്. നമ്മൾ കുറച്ച് പർച്ചേസിങ്ങിന് പോകുകയാണ്. അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ കാണിക്കാനാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ ഫുള്ള് റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും. ഭയങ്കര റഷായിരിക്കും. നമ്മൾ ബസ്സിനും അങ്ങനെയൊക്കെയാണ് പോകുന്നത്, നമ്മൾ വണ്ടി എടുത്തിട്ടല്ല പോകുന്നത്. അതിൻ്റെ ഒരു റഷും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഞാൻ വോയിസ് ഓവർ ആയിരിക്കും കൊടുക്കുന്നത്. നമുക്ക് വീഡിയോസ് കാണാൻ പറ്റും, പക്ഷേ അതിൻ്റെ കൃത്യം എന്താണ് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ഒരു വോയിസ് ഓവർ ആയിരിക്കും ഞാൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് ഓർണമെൻറ്റ്സും ഡ്രസ്സൊക്കെ സെറ്റാണ്. അപ്പം ഇനി നമുക്ക് കുറച്ച് നെയിൽസ് വാങ്ങാനുണ്ട്. എനിക്ക് ഞാൻ നെയിൽ വാങ്ങുന്നത് ബ്രൗണി ഷെയ്ഡ് ഓഫ് നെയിലാണ് ഞാൻ വാങ്ങുന്നത്. ഇതെല്ലാം വാങ്ങുന്നുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് വി ക്യാൻ ഡു ഗൈസ്. എനിക്ക് വാങ്ങണം. അപ്പം പിന്നെ ഞാൻ ഇന്നലെ പോയി ഒരു കാപ്പാടം വാങ്ങി. ഒരു ദുബായി സ്റ്റൈലായിട്ടുള്ള കാപ്പാടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. സേ ഹായ്. ഓക്കെ. അപ്പം ദുബായ് സ്റ്റൈലായിട്ടുള്ള കാപ്പാടം നല്ല അടിപൊളി കാപ്പാടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. ഇതിങ്ങനെ ഒരു നേറ്റം ഉണ്ട് കേട്ടോ ഇവിടെ, അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. 2 കാക്കും വേണ്ടി കിടക്കുന്നു. നല്ല ഭംഗിയുണ്ട് ഗൈസ്. പിന്നെ ഞാൻ ഡ്രസ്സ് ഓർഡർ ചെയ്യുന്നുണ്ടാവും. 25-ന് വരും, 25-ന് വരും. നാളെ ഇന്ന് വന്നെങ്കിൽ അല്ലെങ്കിൽ നാളെ രാവിലെ വന്നെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ ഡ്രസ്സ് ഇടാമായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഇടാൻ പോകുന്നത് എൻ്റെ ചാച്ചൻ്റെ മംഗളത്തിനത്തെ ഡ്രസ്സാണ്. അതും പിന്നെ കുറച്ച് നമുക്ക് നേരെ വീട്ടിലോട്ടേക്ക് പോകാം. എനിക്ക് തോന്നുന്നത് ഇപ്പം തന്നെ നമ്മുടെ കുറേ ആൾക്കാർ ലൈക്കും ചാനൽ സബ്സ്ക്രൈബും ചെയ്യാനുള്ള എൻ്റെ വീഡിയോസൊക്കെ കാണുന്നത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് വെച്ചാൽ അതിൻ്റെ വീഡിയോസിന് ഫീഡ്ബാക്ക് അറിയിച്ച് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പം നമ്മുടെ വീഡിയോ അങ്ങനെ ഗൈസ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ വോയിസ് റെക്കോർഡായിരിക്കും ഇനിയെന്ന്. അങ്ങനെ ഞങ്ങളിത് ഓട്ടോറിക്ഷയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ആജമ്മാവും ഉമ്മാവും പിന്നെ ദേപ്പി കുറച്ച് ആംഗ്രി മൂഡിലാണ്. കാര്യം ഓന് ലോലിപോപ്പ് വേണമെന്നുണ്ട്, ലോലിപോപ്പ് വാങ്ങിക്കൊടുത്തില്ല. അപ്പം അതിൻ്റെ കുറച്ച് ആംഗ്രി മൂഡ് ഓൻ്റെ ഫേസിൽ കാണാം. അങ്ങനെ ഞങ്ങൾ തോട്ടം ഇറങ്ങി കാഞ്ഞങ്ങാട് ബസ് കയറിയിട്ടുണ്ട്. കാഞ്ഞങ്ങാടേക്ക് പോകാനുള്ള ബസ് നല്ല അടിപൊളി ബസ്സായിരുന്നു. ചെറിയൊരു മൂഡ് പാട്ടൊക്കെ കേട്ട് നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിത് എൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കാനുള്ള പറ്റുമ്പോഴത്തേക്കും ആളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് പിന്നെ ഒരു താത്ത കണ്ടില്ലേ, ഒരു പിങ്ക് കളർ ഷോളിട്ട് ആ താത്താൻ്റെ കയ്യിലുള്ള നെയിൽസ് നല്ല അടിപൊളിയായിരുന്നു. അത് കണ്ടപ്പോൾ ഉണ്ടല്ലോ എനിക്കൊരു ആഗ്രഹം അതങ്ങനെ വാങ്ങണം എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ഞാനൊരു ഷോർട്സ് വീഡിയോ പോലെ ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ നെയിൽസ് കാണിക്കും കേട്ടോ. ഇതിൽ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതങ്ങനെ ഞാൻ കണ്ണടിയൊക്കെ ഇട്ടിട്ടാട്ടോ പോയത്. കാരണം എൻ്റെ മൈഗ്രെയിൻ കുറച്ച് ഓവറാകുന്നുണ്ടോ എന്ന് എനിക്ക് നല്ല തോന്നലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ണടി ഇട്ടിട്ടാണ് പോയത്. അങ്ങനെ ഞങ്ങൾ കാഞ്ഞങ്ങാട് സ്ട്രീറ്റിലെത്തി. അങ്ങനെ ഫുട്പാത്തിലൂടെ ഇങ്ങനെ നടക്കാം കേട്ടോ. അപ്പോൾ എനിക്കൊരു ബോട്ടിൽ മാറ്റാനുണ്ടായിരുന്നു. അങ്ങനത്തെ ആ ബോട്ടിലൊക്കെ മാറ്റി എന്നൊക്കെ പറയാം. അങ്ങനെ ബോട്ടിലൊക്കെ മാറ്റിയിട്ടുണ്ട്. ഞങ്ങളിത് സിറ്റി മാളിലേക്കാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് സിറ്റി മാളിലേക്കാണ് കേട്ടോ നേരെ പോകുന്നത്. ഇനി ഞങ്ങളിതാ ബോട്ടിലൊക്കെ മാറ്റിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ എനിക്ക് പുതിയൊരു ബോട്ടിൽ കിട്ടി. കാര്യം എനിക്ക് മുന്നേ വാങ്ങിയ ബോട്ടിൽ എന്ന് പറയുന്നത് ചോരുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ചോരുന്നതെന്നാണ് പറയുക, ലീക്കാവുന്നതിനെ ചോരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ സിറ്റി മാളിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉള്ള റേറ്റാണ്. ഞാനിപ്പോൾ കയറുന്ന കടയിൽ നിന്നാണ് ഞാൻ വാങ്ങിയ നെയിൽ എക്സ്റ്റൻഷൻ. കാര്യം അത് ലൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ളിൽ ഗാന്ധം കണക്ക് ഫീൽ ചെയ്യും. ഇതിനുള്ളിൽ ഒരു ഗ്ലിറ്റർ ഷെയ്ഡാണ്. അതിന് മീഷോയിലൊക്കെ നല്ല റേറ്റ് ഉണ്ട് ഗൈസ്. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വാങ്ങി 80 രൂപയ്ക്ക് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ ഉമ്മാവും ആജുമുണ്ട്. പിന്നെ ആ കുട്ടിയില്ലേ, ആ കുട്ടീൻ്റെ കാല് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കുറേ സമയമായിട്ട്. അതിങ്ങനെ വലിച്ചു പിടിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു ആ വാതിൽ. അപ്പം ഞാൻ ഇപ്പോൾ തുറന്നു കൊടുത്തു. ആ കുട്ടീൻ്റെ കാലങ്ങ് ഇറങ്ങി കിട്ടും. ഞാനാണല്ലോ ആളൊന്നും പറയണ്ട. പിന്നെ കല്യാണം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ നാളെ നെയിൽ എക്സ്റ്റൻഷനൊക്കെ വാങ്ങുന്നത് നാളത്തേക്ക് വേണ്ടിയിട്ട്. 23-ന് കേട്ടോ, ഞായറാഴ്ച. അതുപോലെ തന്നെ ഞാൻ പ്ലക്കർ വാങ്ങിയിട്ടുണ്ടായിരുന്നു 30 രൂപയുടെ. നല്ല അടിപൊളിയായിട്ടൊരു റോസ് ഗോൾഡിൻ്റെ കളറായിരുന്നു കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണ വീട്ടിൽ റൂമിൽ അങ്ങ് അയച്ചിട്ട് വന്നേക്കുവാണ്. എനിക്ക് പോകാൻ പറ്റത്തില്ല, നമ്മുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരമുണ്ട്. വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ എടുക്കുന്ന ചെറിയൊരു കട്ടൊക്കെ ഉണ്ടാകും. കാര്യം എനിക്ക് ശ്വാസം എടുക്കണ്ടേ ഗൈസ്. ഞാനൊരു 1 മിനിറ്റ് 2-3 മിനിറ്റൊക്കെ എടുത്തതിന് ശേഷം കുറച്ച് നേരം നിന്ന് ബ്രീത്തൊക്കെ എടുത്തിട്ടാണ് അടുത്ത വീഡിയോസ് എടുക്കുന്നത്. ഈ നിൽക്കുന്ന കുഞ്ഞു താത്താണ് നമുക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഞാനിങ്ങനെ വോയിസ് ഓവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ അല്ലേ? അതന്നെ. അപ്പോൾ നമ്മൾ ഒരുപാട് ഐറ്റംസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ഇൻസ്റ്റയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് പൗഡറാണ്
വാങ്ങാറുള്ളത്. നല്ല പിഗ്മെൻ്റ് ആണല്ലോ പൗഡർ, നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നൊരു പൗഡറാണല്ലോ, കോമ്പാക്ട് പൗഡറിന് പോലെ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ വാങ്ങുന്നത് സെഡ് ആണ് കേട്ടോ, ZS എന്ന് പറഞ്ഞൊരു പൗഡറാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയ കാര്യം അതവിടെ തീർന്നിരിക്കാൻ ഡമ്മിൻ്റെനും. അപ്പോൾ നേരത്തെ ഞാൻ എടുക്കാൻ മറന്നുകൊണ്ട് ഞാൻ സെക്ഷൽ പൗഡറിൽ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങളത് ടൈലർ ഷോപ്പിൽ വന്നിട്ടുണ്ട്. വേറൊന്നല്ല, ഉമ്മാൻ്റെ ഡ്രസ്സ് ഒന്ന് ഷേപ്പ് ചെയ്യാനുണ്ട്, നമുക്ക് കല്യാണത്തിന് മുമ്പുള്ള ഡ്രസ്സ്. അപ്പോൾ ചേച്ചി പെട്ടെന്ന് തന്നെ അടിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒരു കുഞ്ഞു സമാധാനം. ഈ ചേച്ചിയാണെങ്കിൽ എല്ലാം പെട്ടെന്ന് അടിച്ചു തന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു എന്താ പറയുക ടൈം റിലീഫൊക്കെ കിട്ടി. അവിടെ AC ഉണ്ടായിരുന്നു കേട്ടോ ഡ്രസ് ചേഞ്ചിങ് റൂമിൽ. ഞാനവിടെ പോയിരുന്നു. പിന്നെ നിങ്ങൾക്ക് കാണിക്കാൻ മാത്രമാണ് വീഡിയോ എടുത്തത്. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഷോഭിക വെഡിങ് സിൽക്സിൽ വന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഷോഭിക വെഡിങ് സിൽക്സിൽ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലത്തെ കളക്ഷൻസൊക്കെ വന്ന് കാണുന്നത് തന്നെ. പക്ഷേ ഇപ്പം എനിക്ക് വാങ്ങാനുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഫോൺ നല്ല ഷേക്കിങ് ഉണ്ടാവും കേട്ടോ. കാരണം എൻ്റെ ഒരു ക്യാരി ഓൺ എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ക്യാരി ഓണിലാണ് ആ ഫോണിൻ്റെ. അപ്പോൾ ഷേക്കിങ് ഉണ്ടാവും കേട്ടോ. കാരണം ഞാൻ എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിലിട്ടിട്ടാണ് കൈസ് എടുക്കുന്നത്. അപ്പോൾ നടക്കുന്നതിൻ്റെ ഒരു ഷേക്കിങ് ഉണ്ടാവും. അപ്പോൾ അത് വലിയ കാര്യമൊക്കെ കേട്ടോ. നിങ്ങൾ വീഡിയോസ് കൊണ്ടുപോകും കേട്ടോ. പിന്നെ എൻ്റെ ടാഗ് ഉണ്ട്. കാരണം എൻ്റെ ഫർണിച്ചേഴ്സ് എന്നൊക്കെ പറയുന്ന ഞാൻ എൻ്റെ കുറച്ച് സാധനങ്ങളും കോസ്മെറ്റിക്സ് അതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാർഡാണ് കേട്ടോ അത്. അങ്ങനെ ഇതാ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഞാനിങ്ങനെ എന്തൊക്കെയോ തപ്പി നോക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടല്ല. പക്ഷേ ഞാനിപ്പോൾ അതൊന്നും വാങ്ങുന്നില്ല. നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടല്ലോ, മുന്നേ എടുത്തതാണ്. അതുകൊണ്ട് ഒന്നും വാങ്ങാനുണ്ടായിരുന്നില്ല. ജയാപ്പിക്ക് ഡ്രസ്സ് എടുക്കാനാണ് നമ്മൾ ഡയറക്റ്റ് ഇവിടത്തേക്ക് വന്നത്. നമ്മൾ ഇവിടത്തേക്ക് വന്നത്. അപ്പോൾ ഇവിടുന്ന് എനിക്ക് ഒരു കളക്ഷൻസും ഇഷ്ടമായില്ലെന്ന് പറഞ്ഞ് നമ്മൾ ഷോപ്പിംഗ്സിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. എൻ്റെ മക്കളെ നല്ല അടിപൊളി ഒന്നൊന്നര കളക്ഷൻസ് ഉണ്ടായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അറിയുമ്പോൾ പിന്നെ അല്ല, ഓൺ ഗേളല്ലല്ലോ, ബോയ് അല്ലേ ആണ് കേട്ടോ. അപ്പം എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഈ കറുപ്പിട്ടതാണ് എൻ്റെ കുട്ടി തയ്യാപ്പി. അപ്പോൾ കുട്ടി തയ്യാപ്പിക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യ്. അപ്പം ജയാപ്പി പറഞ്ഞ കേട്ടല്ലോ, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പം ഇതാ നല്ല ഷേക്കിങ് ഉണ്ട് ഫോൺ, നിങ്ങൾ കാര്യമൊക്കെ ഉണ്ടാ. ഞങ്ങളിതാ നമ്മളിലേക്ക് ഇങ്ങനെ നടന്ന് എനിക്ക് വോയിസ് ഓവർ കൊടുത്ത് മതിയായി ഗൈസ്. നിങ്ങൾ മൈക്ക് വാങ്ങാത്തതുകൊണ്ട് ഫുൾ റഷാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഞങ്ങൾ ചെറിയ ചിരിയൊക്കെ പാസ് ചെയ്തു. ഇവിടെ ഞാനൊരു ലോങ് വീഡിയോ അല്ല, ഒരു ലോങ് പാട്ടം കിട്ടുതരാം പറയേ. Keep it softly spoken, with no strings tying you to me. I'm happy in your company with no emotion, 'cause my love deserves to be free. I never wanna look at a house in the garden, I never wanna lock you down. I know you're not mine, it's just my turn, but we can still have fun for now. Told me you don't really do commitment, trust me, consider your message received. When you said you couldn't take us too seriously, I must admit I was relieved. 'Cause I never wanna play happy families with you, but I like having you around. I'm fully aware this is a flash in the pan, but we can still have fun for now. Stop paying so much attention, and when you're moving in another direction, don't worry, I get it. I meant what I said when I said it, lady. I never wanna look at a house in the garden. അപ്പം അങ്ങനെ ഞാൻ സിറ്റി മാളിലേക്ക് വന്നു. ആദ്യം സിറ്റി മാളിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സിറ്റി
സിറ്റി മാളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പുതിയ സ്പേസിലോട്ട് വന്നു, ലെഫ്റ്റ് ഫുട്ട് വെയർ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്കായിരുന്നു കേട്ടോ മടക്കം. ഒരു കുഞ്ഞ് ഓട്ടോ ഒക്കെ പിടിച്ച് കാര്യം ബസ്സിൽ എഴുതി കയറാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു, ബട്ട് അത് ഇതിൽ കാണിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഫോൺ ചാർജ് കുറവ്.